പ്രധാനമന്ത്രി വരുന്നു എന്നുള്ളത് തന്നെ ഏറെ സ്വാഗതാർഹമായ കാര്യമാണ്. പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ ഇത് ദേശീയ ദുരന്തമായി ഉടനെ പ്രഖ്യാപിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. L3 കാറ്റഗറിയിൽ പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആ നിലയിൽ ഇന്നിപ്പോൾ കേന്ദ്ര സംഘം ഇവിടെയുണ്ട്. ഞങ്ങൾ സംഘത്തെ ഒന്ന് കാണുന്നുണ്ട്. അവരോടും ഈ കാര്യമൊന്ന് അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ നിലയിൽ പ്രധാനമന്ത്രിയുടെ വരവ് ഏറെ അതിനനുകൂലമായി. ഈ പ്രധാനമന്ത്രി യാത്ര എങ്ങനെയായിരിക്കും? ബൈ റോഡായിരിക്കും ഇവിടെ ചൂരൽമല വരിക? പ്രധാനമന്ത്രി ഇപ്പോൾ ഉദ്ദേശിച്ചത് കൽപ്പറ്റ ഇറങ്ങി ബൈ റോഡ് വരാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിന് മറ്റു മാറ്റങ്ങൾ വരുമോയെന്നറിയില്ല. ഫൈനലൈസ് ചെയ്യേണ്ടത് ഞങ്ങളല്ല. അങ്ങനെയാണ് ഇപ്പം നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ മിനിസ്റ്റർ അറിയിച്ചിരിക്കുന്നത്, സംസ്ഥാന സർക്കാരിന് അറിയിച്ചിരിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകുമെന്നാണ് ഫൈനലായി. ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കൽപ്പറ്റ വന്ന് റോഡ് മാർഗം ഇവിടെ വരിക, വേലി പാലത്തിൽ വരിക, അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ക്യാമ്പും സന്ദർശിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടത്. എത്ര പൈസയുടെ സഹായം വേണം? അങ്ങനെയൊക്കെ ഒരു ആലോചന ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. അതിലൂടെ ഈ പറയുന്ന സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെ വരും എന്നുള്ളത് കൊണ്ട് വളരെ നമ്മളിപ്പോൾ വീണ്ടും ഒരു തെരച്ചിൽ തുടങ്ങുകയാണ്. വളരെ എല്ലാവരും ചേർന്ന് കൺസേൺഡ് കക്ഷീസിനെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അടിസ്ഥാന പ്രശ്നം, അതാണല്ലോ ഒന്ന് ഉദ്ദേശിക്കുന്നത്. അതൊരു പ്രധാനമാണ്. കാരണം ജനങ്ങളിൽ നിന്ന് വരുന്നു വന്ന അഭിപ്രായമാണ് എല്ലാവരെയും ഇത് ബോധ്യപ്പെടുത്തുന്ന ഒരു നില. അപ്പം അതിൻ്റെ ഭാഗമായി ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന അഭിപ്രായം ജനങ്ങൾ കൂടി പറയുന്നത് കേട്ട് അവർക്ക് ഇതിൽ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ഈ പ്രദേശത്തുള്ളവർ, അവർ ഈ ദുരന്തം കഴിഞ്ഞ് ചിലപ്പോൾ അവിടെ പോകാത്തവരാണ്. അവർക്ക് അവരുടെ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ വളരെ വിലയേറിയതാണെന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. ആ നിലയിൽ നമ്മൾ ആ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കുകയാണ്. പക്ഷേ പ്രധാനമന്ത്രി വരുന്നതിൻ്റെ ഭാഗമായി 24 മണിക്കൂറിന് മുമ്പ് ചില സെക്യൂരിറ്റി റീസൺ കാരണം ചില അതുകൊണ്ട് ഞായറാഴ്ച ഇത് തുടരും. ഞായറാഴ്ചയും ഈ ജനകീയ തെരച്ചിൽ തുടരാനാണ് ഇപ്പോൾ ഞങ്ങൾ നിശ്ചയിച്ചത്. തുടക്കത്തിൽ ഇന്നലെ ഉണ്ടാക്കിയ കുറച്ചുകൂടി ക്യാമ്പുകളിൽ വലിയൊരു ലിഫ്റ്റ് ഉണ്ടാക്കി കട്ട് സൈസ് ചെയ്യേണ്ടി വന്നു. അല്ലെ, അത് ഈ ടൈം കൂടുതൽ ആൾ വന്ന ഈ ടൈമിൽ നമുക്കത് നിർത്താൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ വിഷയം മധു, അതിലൊരു വിഷയം നമ്മൾ കാണേണ്ടത്, ഈ എത്ര മനോധൈര്യമുള്ളവരായാലും ഇവിടെ വന്നാൽ ഇപ്പോൾ നമ്മൾ തന്നെ നമ്മൾക്ക് അവിടെ എത്തിയാൽ ആ കുട്ടികളുടെ ഒച്ചയും പ്രായമായവരിയ്ക്കുന്ന സ്ഥലമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവർ അവിടെ എത്തുമ്പോൾ ഇപ്പറയുന്ന മനോധൈര്യം എത്രത്തോളം ഉണ്ടാവും എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ അതുകൂടി ഉറപ്പ് വരുത്തണം. മറ്റ് പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാവരുത്. അതുകൂടി ഉറപ്പ് വരുത്തിക്കൊണ്ട് അവരെ കൊണ്ടുവരിക, അവരുടെ അഭിപ്രായം എടുക്കുക, അവരുടെ നിർദ്ദേശങ്ങളുണ്ടാവും. അത് വളരെ വിലയേറിയതായിട്ട് ഞങ്ങൾ കാണുന്നത്. അതുകൂടി എടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ 6 സോണായിട്ട് തെരച്ചിൽ നടത്തുന്നു. ഇത് കൂടുതൽ ആളുകളെ വരുത്തുന്നു. അത് ഒപ്പം തന്നെ ഈ 6ാമത്തെ സോണായിട്ട് ചാലിയാറിലെ തെരച്ചിൽ തുടരും. അതെ, തീർച്ചയായിട്ടും നിലവിലുള്ള തെരച്ചിലുകൾ അതുപോലെ തന്നെ തുടരും. ചാലിയാർ 10-40 കിലോമീറ്ററിൽ 8 പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ പോലീസ് ഹെഡുകളുടെ നേതൃത്വത്തിൽ പുഴയുടെ സ്വഭാവം അറിയുന്ന നാട്ടുകാരെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ അതുപോലെ തുടരും. അത് ഫലപ്രദമായിട്ടുണ്ട്. അതൊരു ജനകീയ സംവിധാനമായി മാറിയിട്ടുണ്ട്. പുഴയുടെ സ്വഭാവം ആ നാട്ടിലെ ജനങ്ങൾക്കാണ് അറിയാം. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ്. അത് അതേപോലെ തുടരാൻ തന്നെയാണ് ആഗ്രഹം. ഹോം സെക്രട്ടറിയുടെ ടീമായിട്ട് ഉച്ചയ്ക്ക് ചർച്ച. അതെ, ഇപ്പോൾ കേന്ദ്ര സംഘം വരുന്നുണ്ട്. അവരെ ഒന്ന് കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവരെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് പോകണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവരോട് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം കൂടി ഞങ്ങൾ അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ ഒരു അസസ്മെന്റ് കൂടി വളരെ ക്രൂഷ്യൽ. പുനരധിവാസം ഒരു പ്രധാന വിഷയം തന്നെയാണ്. പുനരധിവാസം 2 നിലയിലുണ്ട്. ഒന്ന് ടെമ്പററി റീഹാബിലിറ്റേഷനും പെർമനൻറ്റ് റീഹാബിലിറ്റേഷനും. ആദ്യം ടെമ്പററി റീഹാബിലിറ്റേഷനിലേക്ക് വന്നാൽ വാടക വീടുകൾ അതൊരുക്കാൻ സർക്കാർ തന്നെ മുൻകൈ എടുക്കുന്നു. അതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ പ്രവൃത്തി കണ്ട് മറ്റുള്ളവർ കൂടി അത് അനുകൂലിച്ച് അതിന് പിന്തുണ പ്രഖ്യാപിച്ച് വരുന്നൊരു സ്ഥിതി ഉണ്ടാക്കാൻ സർക്കാർ ക്വാർട്ടേഴ്സുകൾ അത് പൊതുമരാമത്ത് വകുപ്പിൻ്റേതായിക്കോട്ടെ മറ്റുള്ളതായിക്കൊള്ളട്ടെ തുറന്നു കൊടുക്കാൻ തീരുമാനമെടുത്ത് 24 മണിക്കൂറിനുള്ളിലാണ് പല ക്വാർട്ടേഴ്സും കൂടുതൽ ആളുകളെ വെച്ചുകൊണ്ട് റിപ്പയർ ചെയ്തത്. ഇന്നലെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്. അടഞ്ഞു കിടന്ന ക്വാർട്ടേഴ്സുകളാണ്. 3 ബെഡ്റൂമും 4 ബെഡ്റൂമുള്ള ക്വാർട്ടേഴ്സാണ്. 10-15 പേർക്ക് താമസിക്കാൻ പറ്റും. അങ്ങനെയുള്ള 68 ക്വാർട്ടേഴ്സ് റെഡിയായി. ഇപ്പോൾ വാടക വീട് ഒരുപാട് പേര് ഓഫർ ചെയ്യുന്നു. 100ഓളം വീടുകൾ ഇൻക്ലൂഡിങ് ദിസ് ഗവൺമെൻറ് ഫെസിലിറ്റി അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് പുറമേയും നമുക്ക് കാര്യങ്ങൾ
ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് നിർമ്മാണം നടത്താവുന്ന പ്രീഫാബ് കൺസ്ട്രക്ഷൻ അതുകൂടി നമ്മളിപ്പോൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിൽ പലരും സംസാരിച്ചു. അങ്ങനെ ടെമ്പററി റീഹാബിലിറ്റേഷൻ ഉറപ്പുവരുത്തുക. പെർമനന്റ് റീഹാബിലിറ്റേഷനിൽ ഒരു കാഴ്ചപ്പാട് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കാഴ്ചപ്പാടിന് പൊതുവെ എല്ലാവരും പിന്തുണ നൽകിയിരിക്കുകയാണ്. എല്ലാവരുടെ അഭിപ്രായം എടുക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും എല്ലാ വ്യക്തികളും ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും അതോടൊപ്പം ഈ ക്യാമ്പിലുള്ളവർ ആശുപത്രിയിലുള്ളവർ അവരുടെ അഭിപ്രായം പരമപ്രധാനമാണ്. അവരുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ട് അതൊരു തീരുമാനമായി മാറിയാൽ ആ തീരുമാനം യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ മന്ത്രിസഭ ഉപസമിതിയെയും അതുപോലെ ഇതിനോട് സഹകരിക്കുന്ന ജനപ്രതിനിധികൾ എല്ലാവരുടെയും മുന്നിലുള്ളത്. അത് ഞങ്ങളൊരു ടീമായി നിന്നുകൊണ്ട് തന്നെ ചെയ്യും. നമ്മൾ പുത്തുമലയുടെ സാഹചര്യത്തിൽ നമുക്കൊരു മുൻ അനുഭവമുണ്ട്. അത് ദീർഘകാല ഒരു വർഷത്തേക്കെങ്കിലും നീണ്ടുപോകുന്ന വിധത്തിൽ താൽക്കാലിക പുനരധിവാസം നീളുകയാണെങ്കിൽ ഈ വീട്ടുവാടക കൊടുക്കുക അത്തരം കാര്യങ്ങളൊക്കെ അത്തരം കാര്യങ്ങൾ മുഴുവൻ സർക്കാർ ഏറ്റെടുക്കും. ഒരു സംശയമില്ല. അതൊക്കെ സർക്കാർ അനിശ്ചിതത്വത്തിൽ അതിലേക്കൊന്നും ഒരു പ്രയാസത്തിലേക്കും പോകേണ്ടി വരും. ഈ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകർ ഈ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുനരധിവാസം പോലുള്ള കാര്യങ്ങളിലും അവരെ എന്തെങ്കിലും സംഘടിപ്പിക്കുക? തീർച്ചയായിട്ടും പുനരധിവാസ കാര്യത്തിൽ സഹായം നൽകാൻ വേണ്ടി ഒരുപാട് നല്ല മനസ്സുള്ളവർ തയ്യാറായി വന്നിരിക്കുകയാണ്. അവരൊക്കെ യോജിപ്പിച്ച ഒരു സിംഗിൾ വിൻഡോ വഴി പെർമനന്റ് റീഹാബിലിറ്റേഷൻ്റെ കാര്യവുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സിംഗിൾ വിൻഡോ എന്ന് പറയുമ്പോൾ അത് ചെതറിപ്പോകാൻ വേണ്ടി പാടില്ല. അത് അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തില്ല. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ അധ്വാനം അവരുടെ സംഭാവന എങ്ങനെ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തിക്കാനാവും അതിന് ഒരു നല്ല നിലയിലുള്ളൊരു ഏകോപനം ഉണ്ടാവണം. ആ ഏകോപനത്തിന് സർക്കാർ നേതൃത്വം കൊടുക്കും. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് അതിൽ മുന്നോട്ട് പോകും.